ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ സ്പോക്കൺ ഹിന്ദി ക്ലാസിന്റെ 2ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാം ക്ലാസ്സിൽ, അതായത് ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ അടിസ്ഥാന ക്രിയകൾ പഠിച്ചു. അതിലെ നാ സീക്രട്ട് കോഡ് മനസ്സിലാക്കുകയും ചെയ്തു. കൂട്ടുകാർക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിലെ നാ സീക്രട്ട് കോഡ് നമ്മൾ വെർബ് പഠിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ എപ്പോഴും പറയുന്ന പോകണം, വരണം, കഴിക്കണം എന്നൊക്കെ എങ്ങനെ ഹിന്ദിയിൽ പറയാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു അടിപൊളി കോഡാണ്. ഇന്നും ഒരു കോഡ് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നം കോഡ്, നം കോഡ്, നം കോഡ് മനസ്സിലാവുന്നുണ്ടോ? നം കോഡ് വെച്ചാൽ ക്രിയയുടെ കൂടെ ഹേ ചേർക്കണം. നമുക്കത് എക്സാമ്പിൾ വരുമ്പോഴും മനസ്സിലാവും. കോഡിന്റെ പേരെന്താ? നം കോഡ്. ഓക്കെ, മലയാളത്തിൽ നമ്മൾ പോകണം, വരണം, കഴിക്കണം എന്നൊക്കെ പറയാറില്ലേ? ഇതിനായി നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ച അതേ ക്രിയകളുടെ കൂടെ വെറും ഹേ എന്ന് മാത്രം ചേർത്താൽ മതി. ഇത് ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ക്രിയയുടെ കൂടെ നാന്നുള്ള കോഡ് വെച്ച് ഓർത്തു വെച്ചു. അതായത് 2ാമത്തെ ക്ലാസ്സിൽ ആ ക്രിയയുടെ കൂടെ നമ്മൾ ഹേ ചേർത്താൽ നമുക്ക് നം കോഡ് വെച്ചിട്ട് പറയാം. എക്സാമ്പിൾ നോക്കാം. ആന, ഹേ, വരണം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ക്രിയ പഠിച്ചു ആന. ഇവിടെ നോക്കിയ ക്രിയയുടെ കൂടെ നമ്മൾ ഹേ ഉള്ള ആ നം കോഡ് ചേർത്തു. അപ്പൊ എന്തോ കിട്ടി? വരണം, നം എന്നുള്ള ഒരു ഇത് കിട്ടിയല്ലേ? ആന ഹേ വരണം, ആന ഹേ വരണം. അത് ലാസ്റ്റിൽ എന്താണ്? നം. അതാണ് നമ്മൾ ആ കോഡ് ഉപയോഗിച്ചത്. അടുത്ത നോക്കിയേ, ജാന ഹേ പോകണം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ജാനാൻ എന്ന ക്രിയ പഠിച്ചു. ഇന്നെന്ത് ചേർത്തു? അതിന്റെ കൂടെ ഹേ ചേർത്തു. നമ്മൾ പഠിക്കുന്നത് അർത്ഥം എന്താ? പോകണം. അതിലെന്ത് വന്നു? ഹേ ഉള്ള ആ നം കോഡ് വന്നു അല്ലേ? ജാന ഹേ പോകണം. കാന ഹേ കഴിക്കണം, കാന ഹേ കഴിക്കണം. പീന ഹേ കുടിക്കണം, പീന ഹേ കുടിക്കണം. ദേഖ്ന ഹേ കാണണം അല്ലെ? നോക്കണം. ദേഖ്ന ഹേ കാണണം. ഇതിലൊക്കെ നോക്കിയേ നം നം അല്ലേ? അതിനാ നമ്മൾ ആ കോഡ് വെച്ചത് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സുന്ന ഹേ കേൾക്കണം, സുന്ന ഹേ കേൾക്കണം. ബോൽന ഹേ പറയണം, ബോൽന ഹേ പറയണം. ലിഖ്ന ഹേ എഴുതണം, ലിഖ്ന ഹേ എഴുതണം. ഹേ കോഡ് അല്ലേ? ലാസ്റ്റിൽ നം നം ഓർത്തു വെക്കാൻ എളുപ്പം. ഗേൽന ഹേ കളിക്കണം, ഗേൽന ഹേ കളിക്കണം. സോന ഹേ ഉറങ്ങണം, സോന ഹേ ഉറങ്ങണം. ബൈഠ്ന ഹേ ഇരിക്കണം, ബൈഠ്ന ഹേ ഇരിക്കണം. ഉട്ട്ന ഹേ എഴുന്നേൽക്കണം, ഉട്ട്ന ഹേ എഴുന്നേൽക്കണം. ഉട്ട്ന നമ്മൾ ക്രിയ പഠിച്ചു, ഇതിന്റെ കൂടെ ഹേ ചേർത്തു. പഠ്ന ഹേ വായിക്കണം, പഠ്ന ഹേ വായിക്കണം. നഹാന ഹേ കുളിക്കണം, നഹാന ഹേ കുളിക്കണം. ചൽന ഹേ നടക്കണം, ചൽന ഹേ നടക്കണം. ഖരീദ്ന ഹേ വാങ്ങണം, ഖരീദ്ന ഹേ വാങ്ങണം. നോക്കിയ ക്രിയയുടെ കൂടെ നമ്മൾ ഹേ വെച്ചപ്പം നം നം അർത്ഥം അല്ലേ? ചൽന ഹേ നടക്കണം, ഖരീദ്ന ഹേ വാങ്ങണം. ദേന ഹേ കൊടുക്കണം, ദേന ഹേ. ലേന ഹേ എടുക്കണം, ലേന ഹേ എടുക്കണം. സോച്ചിന ഹേ ആലോചിക്കണം, സോച്ചിന ഹേ. ധോന ഹേ കഴുകണം, ധോന ഹേ കഴുകണം. സോച്ചിന ഹേ ആലോചിക്കണം. ഇവിടെ ഒക്കെ നോക്കിയേ ഹേ അല്ലേ വന്ന ക്രിയയുടെ കൂടെ. അതാണ് നമ്മൾ ഇന്ന് പഠിച്ച നം കോഡ്. എന്താ? ക്രിയയുടെ കൂടെ നമ്മള് ഹേ ചേർക്കുന്നതാണ് മലയാളത്തിലെ ആ നം കോഡ് നമ്മൾ ഓർത്തു വെക്കാൻ വേണ്ടി എളുപ്പത്തിൽ പഠിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇന്നെന്താ പഠിച്ചത്? നമ്മള് ക്രിയയുടെ കൂടെ നമ്മൾ ഹേ ചേർത്തു. അതിനെന്ത് കോഡ് കൊടുത്തു? നമ്മള് നം കോഡ് അല്ലേ? ചൽന ഹേ, ദേഖ്ന ഹേ. നമ്മൾ ഡേ 1ൽ പഠിച്ച ക്രിയയുടെ കൂടെ വെറും ഒരു ഹേ ചേർത്തപ്പോൾ നമുക്ക് നം കോഡ് വെച്ച് എത്രയധികം പുതിയ വാക്കുകൾ കിട്ടി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പഠിച്ചത് എന്താ? നം കോഡ്, ക്രിയയുടെ കൂടെ ഹേ ചേർത്തത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ.